ഗുഡ് മോർണിംഗ് യൂട്യൂബ്. നല്ല ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ഒരു കഥ പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ചില ആൾക്കാർക്കെങ്കിലും അറിയാം, ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചത് ഒരു മലയാളം മീഡിയത്തിലാണ്. സകലതും മലയാളം, സോഷ്യൽ സ്റ്റഡീസ്, സയൻസ് എല്ലാം മലയാളം, ഇംഗ്ലീഷ് പോലും മലയാളം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അന്ന് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4ാം ക്ലാസ്സിൽ പഠിച്ചത് ABCD ആണ്. A ഫോർ ആപ്പിൾ, B ഫോർ ബോയ് എന്നുള്ള സാധനമാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അന്നൊക്കെ അത്ര ഉള്ളായിരുന്നു. ആ സ്റ്റാൻഡേർഡ് മതി എന്നുള്ള ഒരു ചിന്തഗതിയിലുള്ള ഒരു പോക്കായിരുന്നല്ലോ. അപ്പോൾ 4ാം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ പേരൻസ് ചിന്തിച്ചു, ഓക്കെ ഇവന് ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ വിടണം. എൻ്റെ ഒരു ആൻറ്റിയും അതിന് വളരെ ഹെൽപ്പ് ചെയ്തു. കാരണം ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ വേണമെങ്കിൽ നല്ല പൈസയാകുമായിരുന്നു. എൻ്റെ പേരൻസിനെ കൊണ്ട് അത്രയും താങ്ങാനുള്ള ശക്തി ഇല്ലായിരുന്നത് കൊണ്ട് എൻ്റെ ഒരു ആൻറ്റിയും വളരെ കഷ്ടം സഹിച്ച് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലെത്തി. ഇംഗ്ലീഷ് മീഡിയത്തിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു വേറൊരു വേൾഡിലാണ് ചെന്നത്, ഒരു ഡിഫറെൻറ്റ് വേൾഡിലാണ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ സകലതും ഇംഗ്ലീഷിൽ, ഈവൻ മലയാളം പോലും ഇംഗ്ലീഷിൽ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു. നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ പറയാൻ പറ്റുള്ളായിരുന്നു ചുറ്റുപാട് സംസാരിക്കുമ്പോഴൊക്കെ. അപ്പോൾ പൂർണ്ണമായും എന്നെ പറിച്ച് നടന്ന ഒരു സിറ്റുവേഷനാണെന്ന് അവിടെ ഉണ്ടായത്. അന്ന് ആ 5ാം ക്ലാസ്സിൽ പഠിച്ച ഒരു വേർഡാണ് എൻ്റെ തലയിൽ ഇപ്പോഴും റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. സോഷ്യൽ സ്റ്റഡീസിൽ ഒരു സരസൂമിസ് ഉണ്ടായിരുന്നു. സരസൂമിസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ഇന്ത്യക്കാർക്കുള്ള യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ആ വേർഡാണ് ഇന്ന് ഏറ്റവും പ്രസക്തമായ ഒരു വേർഡായി ഇന്ന് തീർന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, ഈ ദിവസങ്ങളിൽ ഓസ്ട്രേലിയയിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ വേർഡിൻ്റെ പ്രാധാന്യം വളരെ ശക്തമാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഷോ. അപ്പോൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്? നാനത്വത്തിൽ ഏകത്വം. ഇന്ത്യയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ടോപ്പ് ടു ബോട്ടം പലതരം സംസ്ഥാനങ്ങളുണ്ട്, പലതരം സംസ്കാരങ്ങളുണ്ട്, പലതരം സംസാരങ്ങൾ, ഭാഷകളുണ്ട്. എങ്കിലും ഇന്ത്യൻ എന്നുള്ള രീതിയിൽ പൊതുവെയാണ് എല്ലാവരും അറിയപ്പെടുന്നത്. ഇന്ത്യൻസ് എന്നുള്ള രീതിയിലാണ്. ഞാൻ കേരളയിട്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇന്ത്യക്കാരനാവാതിരിക്കുന്നില്ല. ഈ നാനത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഈ സെൻറ്റൻസ് ഏറ്റവും ഇപ്പോൾ ആവശ്യമായിരിക്കുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു റാലിയാണ് ഇതിന് ആധാരമായിരിക്കുന്നത്. ഞങ്ങൾ 22 വർഷം മുമ്പ് വരുന്നതിന് മുമ്പ് ഭയങ്കര റേസിസവും ഹെയ്റ്റ് ക്രൈംസും ഒക്കെ ഓസ്ട്രേലിയയിൽ നടക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര വയലൻ്റ് ആയിട്ടല്ല, ചില വയലൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഗ്രേഡ് ശകലം കൂടിയിട്ടുണ്ട് ഈ വർഷങ്ങൾ കൊണ്ട്. കഴിഞ്ഞ ദിവസം ഒരു റാലി മെൽബണിൽ നടന്നു. മെൽബൺ എന്നല്ല, ഓസ്ട്രേലിയയുടെ എല്ലാ തലസ്ഥാനമായിട്ടുള്ള സ്റ്റേറ്റിൻ്റെ തലസ്ഥാനങ്ങളെല്ലാം നടന്നു. ഇവരുദ്ദേശിക്കുന്നത് ഇമിഗ്രേഷൻ ഓസ്ട്രേലിയ ചെയ്യുന്നത് പ്രോപ്പറായിട്ടല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവർക്ക് ഒരു മാനദണ്ഡവും ഇല്ലാതെയാണ് ആൾക്കാരെ ഇങ്ങോട്ട് എടുക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്തൊരു സംഭവമുണ്ട്. ഓസ്ട്രേലിയൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് വലിയൊരു സോഴ്സാണ്. ഇവിടേക്ക് വരുന്നതും ഇവിടെ വന്ന് വിസ കഴിഞ്ഞിട്ട് നിൽക്കുന്നതും വലിയൊരു സംഭവം തന്നെയാണ്. അത് റെഫ്യൂജി ആയി മാറുന്നതും ഒരു പോയിന്റ് റെഫ്യൂജി ആയിട്ട് അവരെ പിടിച്ച് തിരിച്ച് നാട്ടിലേക്ക് കയറ്റി വിടുന്നത്, ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇവിടെ. എന്നിരിക്കലും ഇവർക്കൊരു മാനദണ്ഡമില്ലാതെയാണ് ആൾക്കാരെ എടുക്കുന്നത്, ആൾക്കാരെ ഇവിടേക്ക് PR കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കയറ്റം ഉണ്ടാകുന്നു, ഹൗസിംഗ് ക്രൈസിസ്, വീടുകൾ കിട്ടുന്നില്ല, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ഞങ്ങൾ വന്ന സമയത്ത് പെട്രോളിൻ്റെ പ്രൈസ് പോലും ഈ പറഞ്ഞ പോലെ 80 സെൻറ്റേ ഉള്ളായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. ഇപ്പോൾ അത് ഏകദേശം $1.60, $2, $2.10 എന്ന് പറഞ്ഞ് ഫെസ്റ്റീവ് സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് $3 വരെ എത്തും. $2.70, $2.90 ഞാൻ പെട്രോൾ അടിച്ചിട്ടുണ്ട്. സാധനങ്ങളുടെ കുറവനുസരിച്ച് ട്രാൻസ്പോർട്ടേഷൻ്റെ അളവ് കൂടും. അളവ് കൂടുന്നതനുസരിച്ച് പെട്രോളിൻ്റെ കൺസംഷൻ കൂടും. കൺസംഷൻ കൂടുന്നതനുസരിച്ച് വില കൂടും. ആ വില എവിടേക്കാണ് ഇംപ്ലിമെൻ്റ് ആകുന്നത്? കസ്റ്റമേഴ്സിലേക്കാണ്. അപ്പോൾ വില കൂടുകയാണ്, വിലക്കയറ്റം ഉണ്ടാകുകയാണ്. അത് ഈവൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണെങ്കിലും വിലയാണെങ്കിലും സ്ഥലത്തിൻ്റെ വിലയാണെങ്കിലും എല്ലാം ഭയങ്കര റോക്കറ്റിംഗ് ആണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 വർഷം മുമ്പത്തെ ഇന്ത്യക്ക്, അതായത് 2023 ഇന്ത്യക്ക് മെൽബണിൽ നമുക്ക് റൂം റെൻറ്റ് എന്ന് പറയുന്നത് $160-170 ഉണ്ടായിരുന്നുള്ളൂ ഒരു സിംഗിൾ റൂമിൻ്റെ റെൻറ്റ്. ഇന്നത് $400, $370-400. വിശ്വസിക്കാൻ പറ്റുമോ? എത്ര വലിയൊരു ഹൈപ്പാണ് 2 വർഷം കൊണ്ടുണ്ടായത്.
സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ ബിസിനസ് നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഹൗസിംഗ് ക്രൈസിസ് എത്ര ബുദ്ധിമുട്ടാണ്. പെർത്തിനെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പെർത്തിലൊന്നും വീടുകളെ കിട്ടാനില്ല. വീടുകളെന്ന് പറഞ്ഞാൽ വീടില്ല. കുട്ടികൾ ഇഷ്ടം പോലെ വന്നിറങ്ങുന്നു, പക്ഷേ വീടില്ല. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇവിടാണ് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമുണ്ട് എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. കാരണം ഗവൺമെൻറ്റിന് എത്ര കുട്ടികളെ അല്ലെ എത്ര ആൾക്കാരെ അവിടെ കണ്ടെയ്ൻ ചെയ്യാമെന്നുള്ളത് അനുസരിച്ച് ഇമിഗ്രേഷൻ ഇവർക്ക് വേണ്ടിയിട്ടുള്ള വിസ കൊടുക്കാവുള്ളൂ. കൂടുതൽ ആൾക്കാരെ കൊണ്ട് ഇറക്കിയാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 4th ലാർജസ്റ്റ് ഇൻകമാണ് ഓസ്ട്രേലിയയുടെ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. 4th ലാർജസ്റ്റ് ആണ്. $30 ബില്യണോ എങ്ങാണ്ടാണ് ഒരു വർഷം ഇവർക്ക് അതുകൊണ്ട് കിട്ടുന്നത്. പക്ഷേ അതുകൊണ്ട് ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, കറക്റ്റ് പ്ലാനിങ്ങോടെ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണയാണെങ്കിൽ തന്നെ പെർത്തിൽ വന്ന് എനിക്ക് 4 സ്റ്റുഡൻസ് വന്നു. 4 പേർക്കും എനിക്ക് പ്രോപ്പറായിട്ട് പ്ലേസ്മെൻറ്റ് പോലും ചെയ്യാൻ പറ്റിയില്ല. കൽഗോരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അവിടെ വീടുകളില്ല. എന്തോ ചെയ്യാൻ പറ്റും? ഇതുപോലുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പം ആ യൂണിവേഴ്സിറ്റിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാണ്. യൂണിവേഴ്സിറ്റിയിൽ ഏതാണ്ട് 150 220 റൂമുകളേ ഉള്ളൂ. അത്രയും തന്നെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ എല്ലാ ഇൻടേക്കിലും അവർ 600-700 പിള്ളേരെ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഓരോ ഇൻടേക്കിൽ ഇത്രയും പിള്ളേരെ എടുത്ത് ഒരു വർഷം 3 ഇൻടേക്ക് ഉണ്ട്. എത്ര പിള്ളേർ അവിടെ വന്ന് ഇറങ്ങി കാണും? മേജർ ഇൻടേക്ക് എന്ന് പറയുന്നത് ജാനുവരിയാണ്. ജാനുവരി ഇൻടേക്കിൽ ഒരു 600 പേര് വരും. ഒരു ജൂലൈ ഇൻടേക്കിൽ ഒരു 300-400 പേര് വരും. ഒക്ടോബർ ഇൻടേക്കിൽ ഒരു 100-150-200 ആ റേഞ്ചിൽ പിള്ളേർ വരും. അപ്പം തന്നെ ഏകദേശം എത്ര പിള്ളേരായി? 1200 പിള്ളേരായില്ലേ? ഒരു വർഷമാണത്. ഈ 1200 പിള്ളേർ എന്ന് പറയുന്നത് പെർത്തിലെ കാര്യമാണ്. പെർത്തിലെ കൽഗോരി എന്ന് പറയുന്ന ഒറ്റ കോളേജിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓസ്ട്രേലിയയിൽ എത്രമാത്രം യൂണിവേഴ്സിറ്റികളുണ്ടെന്നറിയോ? ഇവർക്കൊരു പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഗവൺമെൻറ് ഈ റാലി നടത്തിയത്, ഗവൺമെൻറ്റിനെതിരെ ഇവർ ഈ റാലി നടത്തിയത് ഈ പ്ലാനിങ് ഇല്ല എന്നുള്ള കാര്യത്തിന് വേണ്ടി തന്നെയാണ്. ഇവർ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തില്ല. കാരണം ആൾ കൂടുന്നതനുസരിച്ച് പ്ലാനിങ് കൂടുതലുണ്ടാവണം. പ്ലാനിങ് പ്രോപ്പറായാലേ കാര്യങ്ങൾ സെറ്റാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചെന്താ, ഇത് ഒരു റാലി മാത്രമായിരുന്നില്ല. ഈ റാലി എന്ന് പറയുന്നത് സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലെ എത്ര ഭംഗുരമാണ് അല്ലെ എത്ര ഫ്രജൈലാണ് എന്ന് കാണിക്കുന്ന ഒരു ഇവൻ്റായിപ്പോയത്. സമാധാനമായിട്ട് എല്ലാവരും എന്ത് സമാധാനമായിട്ടാണ് ജീവിച്ചിരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു റാലി വന്നു, ഡിവൈഡിങ് ആയി. ആൾക്കാരെല്ലാം പല രീതിയിൽ ഡിവൈഡായി. മാത്രമല്ല ചർച്ചകളുണ്ടാകുന്നു, ഭയമുണ്ടാകുന്നു, ഇത് പ്രശ്നങ്ങളുണ്ടാകും. ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നാണെന്നറിയോ? ഞാനൊരു കാര്യം കുറച്ച് വീഡിയോസ് ഈ ദിവസങ്ങളിൽ വന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം. അതിൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ. ചിലർക്ക് ഇത് കണ്ടിട്ടുണ്ടാവും, എങ്കിലും ഞാൻ ഓടിച്ചു വിട്ടൊന്ന് കാണിക്കാം. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഒരു അബോറിജിനൽ മനുഷ്യൻ ഒരു വെള്ളക്കാരനോട് ഷൗട്ട് ചെയ്യുന്നു, നിങ്ങളാണ് ഈ രാജ്യത്തേക്ക് വന്നത്, നിങ്ങളാണ് ഈ രാജ്യം നശിപ്പിച്ചത് എന്ന് പറഞ്ഞ ഒരു അബോറിജിനൽ മനുഷ്യൻ ഷൗട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ശരിയായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു കഥയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എത്രമാത്രം കഷ്ടപ്പാടുകളിൽ കൂടിയും ബുദ്ധിമുട്ടുകളിൽ കൂടിയാണ് ഈ അബോറിജിനൽ പീപ്പിൾ നടന്നു പോയിട്ടുള്ളതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിന് അപ്പുറമാണ്. ഇവരെ അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോയി പലയിടത്തും വിൽക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് വളരെ സമാധാനപരമായി നടന്നു എന്ന് പറയുന്ന ചർച്ചയ്ക്കുള്ളിലുണ്ടായ ഒരു അടിയാണ്. പാലസ്തീൻ അനുകൂല പ്രകടനക്കാരും ഓസ്ട്രേലിയൻ അനുകൂല പ്രകടനക്കാരും തമ്മിലുണ്ടായ ഒരു അടിയാണ്. കാരണം പാലസ്തീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൈഗ്രൻസ് ആണല്ലോ. വളരെ സമാധാനപരമായിരുന്നു കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ ദിവസം ഒരു മലയാളി യുവാവിന് ഉണ്ടായ ഒരു അറ്റാക്ക്, ഒരു കേരളത്തുകാരന് ഉണ്ടായ ഒരു അറ്റാക്ക്. കേരളം എന്ന് പറയുന്നതാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ള വേർഡ് ഓഫ് ദി ഡേ. അതെന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. കേരം തിങ്ങും കേരളനാട്, മലകൾ തിങ്ങും മലനാട്. കേരളം എന്നുള്ള പദം അല്ലേ, ആ പേര് അതെവിടെ നിന്ന് വന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് എഴുതി വെച്ചിട്ടുള്ള ചരിത്രരേഖകളൊന്നും തന്നെയില്ല. എന്നിരിക്കലും പല ചരിത്രരേഖകളിലും ഇത് ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട്.
മൗര്യ രാജാവായ അശോക ചക്രവർത്തി തങ്ങളുടെ ചരിത്രരേഖയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ഭാഗത്ത് കേരള പുത്രന്മാർ എന്ന് കാണുന്നുണ്ട്. അതായത് തങ്ങളുടെ അലൈ ആയിട്ടുള്ള രാജവംശങ്ങളെ പറ്റി എഴുതിയിരിക്കുന്ന ഭാഗത്താണ് അത് കാണുന്നത്. നമുക്കറിയാം അന്ന് 3 പ്രബലമായിട്ടുള്ള രാജവംശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ചേര രാജവംശം, ഒന്ന് ചോള രാജവംശം, ഒന്ന് പാണ്ഡ്യ രാജവംശം. ഇതിൽ ചേര രാജവംശം അശോക ചക്രവർത്തിയുടെ അലൈസല്ല പങ്കാളികളായിരുന്നു. ചില ചരിത്രകാരന്മാർ വാദിക്കുന്നു അങ്ങനെയാണ് കേരളം എന്നുള്ള വേർഡ് ഉണ്ടായത്. അതായത് ചേര അളം എന്ന് പറഞ്ഞ നാട്, ചേര അളം, അങ്ങനെ കേരളം എന്നുണ്ടായി എന്ന് ചില ചരിത്രകാരന്മാർ വാദിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് വളരെ പ്രബലമായ വേറെ ഒരു വാദഗതി ഉള്ളത് തെങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ്. കേരം എന്ന് പറഞ്ഞാൽ തെങ്ങാണ്, അളം എന്ന് പറഞ്ഞ നാട്, കേരളം അങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത്. മൂന്നാമതായി പറയുന്ന ഒരു വാദഗതി എന്ന് പറയുന്നത് ഖൈറുലാഖ് എന്ന് പറയുന്ന അറബി വേർഡിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നന്മ അല്ലെ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നാണ് അതിനർത്ഥം. അതും സൗണ്ട്സ് ലൈക്ക് കേരള എന്ന് പറയും. അടുത്തതായി പറയുന്ന ഏറ്റവും വലിയൊരു വാദഗതി എന്ന് പറയുന്നത് കേരളത്തിലെ നദികളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് കേരളത്തിൽ 44 നദികളുണ്ടെന്ന് നമുക്കറിയാം. അത് ഒരു പാമ്പിൻ്റെ ഷേപ്പാണ്. കാരണം വളഞ്ഞൊഴുകുന്നതുകൊണ്ട് പാമ്പിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് പാമ്പിൻ്റെ തന്നെ ഏറ്റവും പ്രബലമായ വംശമായ ചേര പാമ്പിൻ്റെ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് ചേരത്തിൻ്റെ നാട്, ചേരയുടെ നാട് എന്നുള്ള രീതിയിലും ആൾക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഏറ്റവും വിശ്വസനീയമായെന്ന് ഞാൻ വിചാരിക്കുന്നത് ചേര രാജവംശവുമായിട്ടുള്ള ബന്ധത്തിലുള്ളതാണ്. 1956 നവംബർ 1 കേരളത്തിൻ്റെ മലയാളം സംസാരിക്കുന്ന എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഒരു സംസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വേർഡ് കേരളം എന്ന് തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്നത് തെങ്ങുമായിട്ടുള്ള കൽപ്പകവൃക്ഷവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കഥയാണ്. ഓക്കെ, ഇനി നാളത്തെ പദം എന്ന് പറയുന്നത് കുറ്റിയും പറിച്ചു പോകുന്നു. അവിടുന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? നമുക്ക് അതിൻ്റെ അർത്ഥം അറിയാം, പക്ഷേ ഇതെങ്ങനെ വന്നു, ഇതിൻ്റെ ഒരു ഒറിജിൻ എവിടെയാണെന്ന് ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാം. അപ്പോൾ കേരളം എന്തെന്ന് മനസ്സിലാക്കി, കേരളത്തിൻ്റെ പേര് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നാളെ നിങ്ങൾ കേരളം എന്ന് കേൾക്കുമ്പോൾ അല്ലെ കേരളത്തിൻ്റെ പേര് ഉപയോഗിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമ്മുടെ മനസ്സിൽ വരുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു മലയാളി യുവാവിന് അല്ലെങ്കിൽ കേരളത്തുകാരന് ഉണ്ടായ ഒരു അറ്റാക്കിൻ്റെ വീഡിയോ ആണ് ഇപ്പം നെറ്റിൽ വളരെ വൈറലായിട്ട് ഓടുന്നുണ്ട്. അത് ഞാൻ ഇതിലൂടെ പങ്കുവെക്കാം. അതിൽ നടന്നു വരുമ്പോൾ തൊട്ടുപുറകിൽ ഒരാൾ വന്ന് ഹെയ്യോ എന്ന് വിളിച്ചു. ജസ്റ്റ് നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ ആദ്യമേ നമ്മുടെ മുഖത്തേക്ക് ഒരു പഞ്ചായിരുന്നു. അപ്പോൾ ആ ഇടി കിട്ടിയ പാടെ അതൊരു പവർഫുൾ ആയിട്ടുള്ളൊരു പഞ്ചായിരുന്നു. ആ പഞ്ച് കിട്ടിയ പാടെ ഞാൻ നിലത്തേക്ക് വീണുപോയി. അപ്പം അതിനുശേഷം ഞാൻ എണീറ്റപ്പോഴേ ഗോ ബാക്ക് യുവർ കൺട്രി എന്നുള്ള രീതിയിൽ അലറി വിളിച്ച് 2 പ്രാവശ്യം അത് പറഞ്ഞിട്ട് നേരെ എന്നെ റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. വലത്തെ തോളിൽ ഇടിച്ചാണ് വീണത്. നമുക്കങ്ങനെ പെട്ടെന്ന് എണീക്കാനോ ഓടാനോ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. നമുക്കൊന്ന് കില്ല് എന്ന് പറഞ്ഞ് വീണ്ടും ശക്തിയായിട്ട് തൊഴിക്കാനും ഇടിക്കാനും തുടങ്ങി. ഏകദേശം ഒരു 10-12 പഞ്ചുകളോളം മുഖത്ത് ഡയറക്റ്റായിട്ട് കിട്ടി. ദേഹത്തിൽ പല ഭാഗത്തായിട്ട് തൊഴിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്തു. പിന്നെ എന്തോ ഒരു കൃത്യ ഗ്യാപ്പ് കിട്ടിയ സമയത്ത് റോഡിന് ഓപ്പോസിറ്റുള്ള ഒരു പെട്രോളിയം സ്റ്റേഷൻ്റെ കടയുണ്ട്, അതിലേക്ക് ഞാൻ ഓടി കയറുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ കട തുറന്ന് അകത്ത് കയറി. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ കട ലോക്ക് ചെയ്ത് ആംബുലൻസിനെയും പോലീസിനെയും വിളിച്ചു വന്നു. അപ്പോൾ ആംബുലൻസ് എത്തി എന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ പോലീസ് വന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തു. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഒരു ഓസ്ട്രേലിയൻ അനുകൂല പ്രകടനക്കാരൻ അവരുടെ അജണ്ടകളെ പറ്റി പറയുകയാണ്. എന്തൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റി പറയുകയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് റേഷ്യൽ വിദ്വേഷം എത്രമാത്രം കുത്തി നിറച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു. Glasses, absolutely everything they get for free, and we've had enough of it. We're a fed up nation, we're a fed up people, and again there's people over there shouting racist, far right. There's no far right, there's no hooligans here, there's no racism here, it's nothing to do with skin colour. I'll actually say, let's call a referendum tomorrow, and anyone who votes for the refugees or asylum seekers to stay here, anyone on the left should have their tax raised to 70% minimum and should free up a space in their house. If they want them here, they can pay for them and make the space for them. And anyone on the right doesn't pay anything and doesn't make any space for them. ഇതിപ്പം വന്ന് ആംഗ്ലോ ഓസ്ട്രേലിയൻസിന് അബോറിജിനൽസ് പോലും വലിയ ശത്രുക്കളായി മാറി എന്നുള്ളതാണ് സത്യം. ഈ പ്രകടനം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരുന്ന ഒരു കൂട്ടം യുവാക്കൾ അല്ലെങ്കിൽ നിയോ നാസി പാർട്ടിയുടെ അങ്ങനെയുള്ള ഒരു റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ ചിന്താഗതിയുള്ള ഒരു കൂട്ടം യുവജനങ്ങൾ ഇവർ ചെയ്ത പരിപാടി എന്താണെന്നറിയോ?
അബോറിജിനൽ സൈറ്റിൽ പോയി അവിടെ ഉണ്ടായിരുന്ന കുറേ അബോറിജിനൽസ് ഉള്ള ഏരിയാസ് ഉണ്ട് അവിടെ പോയി അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സകലരെയും ആക്രമിക്കുകയാണ് ഉണ്ടായത്, ഭയം വിതറുകയാണ് ഉണ്ടായത്. എന്താണ് അവരുടെ ഉദ്ദേശം? അബോറിജിനൽസ് ഈ നാട്ടിൽ നിന്ന് പോകാനാണ്. എങ്ങോട്ട് പോകാനാണ്? ഇത് ശരിയായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ അജണ്ടകളെല്ലാം ഇതിനകത്ത് വ്യക്തമാണ്. ഭയമുണ്ടാക്കുക, മനുഷ്യരെ പേടിപ്പിക്കുക, ഇതാണ് ഇവരുടെ ഏറ്റവും ബിഗസ്റ്റ് അജണ്ട. ഇതിന് വേണമെങ്കിൽ ഒരു ഫിയർ എൻജിനീയറിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് കലഹം, ആക്രമണം, വിദ്വേഷം ഇതെല്ലാം മുഖാന്തരമായി ഭയമുണ്ടാക്കുക. ഇതിനെ പിൻപിടിക്കാൻ എന്നതുപോലെ തെറ്റായ വിവരങ്ങൾ സോഷ്യൽ മീഡിയ വഴി പരത്തുക. ഉദ്ദേശപൂർവമായ എൻജിനീയർഡ് അറ്റാക്കുകൾ ഉണ്ടാക്കുക. അതായത് കഴിഞ്ഞ ദിവസം നടന്ന അറ്റാക്ക് പോലുള്ള അറ്റാക്കുകൾ ഉണ്ടാക്കുക. എന്താണ് ഇവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് മനസ്സിലാവാത്തത്. ഓസ്ട്രേലിയക്ക് എന്താണ് ആവശ്യം? ഓസ്ട്രേലിയക്ക് ഐക്യവും അഖണ്ഡതയുമാണ് ആവശ്യം. ഓസ്ട്രേലിയക്ക് യൂണിറ്റിയാണ് ആവശ്യം. യൂണിറ്റി ഇൻ ദീസ് കൈൻഡ് ഓഫ് മൾട്ടി കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് ആണ് ആവശ്യം. അതിനുവേണ്ടി കമ്മ്യൂണിറ്റി വിദ്യാഭ്യാസവും ഈ വിദ്വേഷ സംഘടനകളെ പിടിച്ചു നിർത്താനുള്ള നല്ല ശക്തമേറിയ റൂളുകളും മൾട്ടി കൾച്ചറൽ പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. എന്തിനാണ് ഈ മൾട്ടി കൾച്ചറൽ പ്ലാറ്റ്ഫോം? ഇവർ ഈ ഓസ്ട്രേലിയക്ക് വേണ്ടവരല്ല എന്നുള്ള ചിന്താഗതി ആദ്യം മാറ്റുക ചെയ്യേണ്ടത്. ഇതോടൊപ്പം തന്നെ മൈഗ്രൻസ് ആയിട്ടുള്ള നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ രാജ്യത്തല്ല നിൽക്കുന്നത്, നമ്മുടെ വീട്ടിലല്ല നിൽക്കുന്നത്. കാര്യം നിങ്ങൾ മേടിച്ച സ്ഥലവും നിങ്ങളുടെ വീടും ഒക്കെ തന്നെയായിരിക്കും, പക്ഷേ ഇത് വേറൊരു കൺട്രിയാണ്. ആ കൺട്രിക്ക് അതിൻ്റേതായ ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്, അതിൻ്റേതായ സംസ്കാരങ്ങളുണ്ട്. അപ്പോൾ ആ സംസ്കാരത്തിനനുസരിച്ച് നമ്മൾ നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സിവിക് സെൻസ് ആണ് ഇവിടെ വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ ഒരു മിനി ഇന്ത്യ ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ട് ഒത്തിരി വീഡിയോസ് ഇപ്പോൾ കാണുന്നുണ്ട്. ഇന്ത്യക്കാരുടെ സിവിക് സെൻസിൻ്റെ കുറവ് എത്രമാത്രമാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അവിടെ മലയാളി യൂട്യൂബേഴ്സൊക്കെ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. ഞാനതുകൊണ്ട് അത് വീണ്ടും പറയാനായിട്ട് വരുന്നില്ല. നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടത് സിവിക് സെൻസാണ്. നമ്മൾ വേറൊരു രാജ്യത്താണ് നിൽക്കുന്നത് എന്നുള്ള ചിന്തയാണ് വേണ്ടത്. ആ രാജ്യത്തിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെങ്ങനെ പോകാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഭിന്നിപ്പിക്കുക, ഭയം വിതറുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. എന്നാൽ ഐക്യദാർഢ്യമാണ് നമ്മുടെ കരുത്ത്. ഇന്ത്യൻസ് ഒരുമിച്ച് നിൽക്കുക, ആ ഒരുമയെ നമ്മൾ ഓസ്ട്രേലിയൻസിന് പകർന്നു കൊടുക്കുക, ഓസ്ട്രേലിയൻസിൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുക. നമ്മൾ പല ആൾക്കാർക്കും സിറ്റിസൺഷിപ്പ് കിട്ടിയവരാണ് എല്ലാവർക്കും. അപ്പോൾ നമ്മളെല്ലാം ബേസിക്കലി ഓസ്ട്രേലിയൻസ് തന്നെയാണ്. ഈ പറയുന്ന വൈറ്റ് സുപ്രമിസ്റ്റുകളും അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷ പ്രസ്താവന ഇറക്കുന്ന ഓരോ വ്യക്തികളും അല്ലെങ്കിൽ നിയോ നാസി പാർട്ടിയും ഇവരുടെ 3 ജനറേഷൻ മുമ്പും ഇവിടെ ഓസ്ട്രേലിയയിൽ കുടിയേറി വന്നവരാണ്. അല്ലാതെ ഓസ്ട്രേലിയക്കുള്ളിൽ നിന്ന് മുളച്ച് വന്നവരൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് 10 വർഷം മുമ്പ് നടന്നതായിരിക്കും, 20 വർഷം മുമ്പ് ആണെങ്കിൽ 50 വർഷം മുമ്പ് നടന്നതായിരിക്കും. എപ്പോഴാണേലും അവിടെ ഒരു മൈഗ്രേഷനാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ മൈഗ്രൻസ് എന്ന് പറയുന്നത് ഒരു ശത്രുക്കളല്ല എന്ന് മനസ്സിലാക്കണം. 2, ഗവൺമെൻറ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്ത് ആൾക്കാരെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അതാണ്. അത് വളരെ സിമ്പിളായിട്ട് നടക്കുന്ന കാര്യമാണ്. അവർക്ക് റൂളുകൾ മേക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഓബിയസ്ലി ഈ പറയുന്ന സ്റ്റുഡൻസിൻ്റെ പൈസ ഓസ്ട്രേലിയക്ക് ആവശ്യമുണ്ട്. എന്നാൽ പ്രോപ്പറായിട്ട് അതൊന്ന് എൻജിനീയർ ചെയ്തെടുത്താലോ എന്ത് നല്ലതായിരിക്കും. ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലല്ലോ. എപ്പോഴും സാമ്പത്തികമായിട്ട് ചെലവിന് ഒരു ഉയർച്ച ഉണ്ടാവും. എന്നാലും അത് ഇത്ര അനിയന്ത്രിതമായി കയറി വരുന്ന ഒരു സമയം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങളുടേത് 5 പേരുടെ ഫാമിലിയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് നമുക്ക് മാക്സിമം പോയി കടയിൽ പോയാൽ ഒരു ആഴ്ച അല്ല 2 ആഴ്ചത്തെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു $120, ഒരു $130 ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അത് നേരെ ഡബിളോ ട്രിപ്പിളോ ആയി. $350-400 നമുക്ക് 2 ആഴ്ച നിൽക്കാൻ പറ്റത്തില്ല. സാധനങ്ങളെല്ലാം സെയിം തന്നെയാണ്, ഒന്നും മാറിയിട്ടില്ല. എന്തെങ്കിലും വെളിയിൽ പോയി ഞങ്ങളങ്ങനെ കഴിക്കാറില്ല, വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും പൈസയ്ക്ക് അല്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മൾ കടയിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും
ഇന്നലെ വരെ നമുക്ക് $3 കിട്ടിക്കൊണ്ടിരുന്ന സാധനത്തിന് $3.12 നെക്സ്റ്റ് ടൈം ചെല്ലുമ്പോൾ $3.24. ഇതിങ്ങനെ നമ്മളറിയാതെ തന്നെ കയറി വരും. അവസാനം നമ്മൾ ഓർക്കും കഴിഞ്ഞ ആഴ്ച നമ്മൾ മേടിച്ചപ്പോഴത്തേന് ഇതിന് ടോട്ടലി ഏതാണ്ട് $200-250 വന്നുള്ളൂ. ഇത്തവണ ഇങ്ങനെ 270 ആയത്. നമ്മളും അറിയാതെ തന്നെ പയ്യെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ പോയി അവസാനിക്കും? ഇതിന് ശരിയായിട്ടുള്ള പ്ലാനിങ് വളരെ ആവശ്യമാണ്. വൈവിധ്യമാണ് ഓസ്ട്രേലിയയുടെ ശക്തി. അത് സംരക്ഷിക്കുക, അതിനൊരു ഐക്യദാർഢ്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മളെ പോലെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഞാൻ വേറൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ആ വീഡിയോ കാണുന്നവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. See you on the next one.